ഹായ് ജയ് ആസ്പിരൻസ്, നമ്മൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ സെക്കൻഡ് ഫേസിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? ഏകദേശം 20 അല്ലെങ്കിൽ 21 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇനിയുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ആക്ച്വലി ഞാൻ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും ഒക്കെ എത്രത്തോളം സമയമാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും വേണ്ടി വരുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കാണ് ഏറ്റവും നല്ലൊരു ധാരണ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് വെയിറ്റേജ് അനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ഒരു ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്യുക, ഒരു ടൈം ടേബിൾ സ്വയം സെറ്റ് ചെയ്യുക. ടൈം ടേബിൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ഈ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ കൃത്യമായി ഓരോ ദിവസവും കവർ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് കൂടിയുണ്ട്, അല്ലേ? അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി എന്ത് പഠിക്കണം എന്നുള്ളതായിരിക്കില്ലേ അടുത്ത ചോദ്യം. എന്ത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം, ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 2025 ഫസ്റ്റ് ഫേസിൽ നടന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായി നിങ്ങൾ ചെയ്യണം. അതിന് മുമ്പ് നടന്ന 2024-ലും 2023-ലും നിങ്ങൾക്ക് എത്രത്തോളം ഇയറുകളിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, അത്രയും നിങ്ങൾ ചെയ്യുക. അതിന് ഇത്ര എന്നൊരു കണക്കില്ല എന്ന് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഇനി തിയറി പഠിക്കണോ? ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറവല്ലേ ഉള്ളൂ, തിയറി ഇനി വീണ്ടും പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. പുതിയ തിയറി കോൺസെപ്റ്റ്സ് ഒന്നും ഇനി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കരുത് എന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്. പകരം നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ചില കൺഫ്യൂഷൻ്റെ പുറത്ത് ഒഴിവാക്കിയ ചില കാര്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസിൽ പഠിച്ചിട്ട് മറന്നുപോയ ചില കോൺസെപ്റ്റ്സ് ഉണ്ടാവും, ചില കണ്ടന്റുകൾ ഉണ്ടാവും. അത് മാത്രം ഒന്നുകൂടി എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ തിയറിയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ഫേസ് എഴുതിയ ഒരാളാണ് നിങ്ങളെങ്കിൽ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്കുകൾ പറ്റിയെന്നുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്യുക. കാരണം ഫസ്റ്റ് ഫേസിൽ നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റിയത് കൊണ്ടാണല്ലോ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ പറ്റാതെ പോയത്. ആ മിസ്റ്റേക്കുകൾ ഒരിക്കലും സെക്കൻഡ് ഫേസിൽ ഞാൻ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുക. ഇതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാക്സിമം മോക്ക് എക്സാമുകൾ എഴുതുക എന്നുള്ളത്. കാരണം മോക്ക് എക്സാമുകൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതിനൊപ്പം ഒരു പരീക്ഷാ ഹാളിൽ ടൈം മാനേജ്മെൻറ്റും സ്ട്രെസ്സും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ മോക്ക് എക്സാമുകൾ നമ്മളെ ഒരുപാട് സഹായിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ എഫേർട്ട് പീക്കിലേക്ക് എത്തണം എന്നുള്ളതാണ്. പക്ഷെ അതിനൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിനെ കുറിച്ച്, ഹ്യൂമിഡിറ്റി, ചൂട്, അല്ലേ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പരിഗണനയിൽ ഉണ്ടാവണം. ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും ഇനിയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക, മാക്സിമം വെള്ളം കുടിക്കുക, നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകണം. ഇതിനൊപ്പം പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോഴും ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, എല്ലാം പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ എല്ലാം PYQs എല്ലാം ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് ഒന്ന് റിലാക്സ്ഡ് ആകാം, മെൻ്റലി ടയേർഡായിപ്പോയി, അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ടോപ്പിക്കുകളിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഫേസിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നത്? ഉറപ്പായിട്ടും ഫസ്റ്റ് ഫേസിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ ആവാത്തതുകൊണ്ടാണ്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ ആഗ്രഹിച്ചൊരു പേഴ്സൻറ്റേജിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ്.